ഇന്ന് മെയ് 26 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് സൂര്യ നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയായ റെട്രോ OTT അപ്ഡേറ്റ് ആണ്. സിനിമയുടെ കാത്തിരുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം മെയ് 1 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരു മാസത്തിനുള്ളിൽ OTTയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഈ ആഴ്ച മെയ് 31 തീയതി ശനിയാഴ്ച റെട്രോ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആകുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ OTT റിലീസ് ആകുന്നതാണ്. രണ്ടാമത്തേത് ഈ ആഴ്ച സോണി ലിവിലൂടെ OTT റിലീസിന് ഒരുങ്ങുന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. കങ്കാചുര എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് ഈ ആഴ്ച മെയ് 30 തീയതി OTT റിലീസ് ആകും. മൂന്നാമത്തേത് ജെറി എന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച സിംപ്ലി സൗത്തിലൂടെ മെയ് 30 തീയതി OTT റിലീസ് ആകുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഡാൻസ് പാർട്ടി നേരത്തെ ഒരു വർഷം മുന്നേല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയൊരു മലയാളം സിനിമയാണ്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ നേരത്തെ മനോരമ മാക്സിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുന്നു. അത് പ്രകാരം ഈ ആഴ്ച മെയ് 30 തീയതി ഡാൻസ് പാർട്ടിയും OTTയിൽ ലഭ്യമാകുന്നതാണ്. ഹിന്ദിയിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിന് ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ആമസോൺ പ്രൈമിന്റെ സ്റ്റോളൻ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജൂൺ 4 തീയതി സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. ലാലേട്ടന്റെ തുടരും എന്ന വലിയ വിജയം നേടിയെടുത്ത ഇൻഡസ്ട്രി വിജയമായ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനവും ഇന്ന് വന്നതാണല്ലോ. അത് പ്രകാരം തുടരും എന്ന സിനിമയും ഈ ആഴ്ച OTT റിലീസ് ആക്കുകയാണ്. മെയ് 30 തീയതിയാണ് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകുക. മലയാളത്തിലെ വൻ വിജയം നേടിയെടുത്ത സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്ക്.